കേരളത്തിലെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിച്ച പ്രദേശമാണ് എറണാകുളത്തെ മട്ടാഞ്ചേരി. മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിൽ നിന്ന് സർവീസ് നിർത്തിയത് സാധാരണക്കാരുടെ യാത്ര ദുരിതത്തിലാക്കി. പ്രളയാനന്തരം അടിഞ്ഞുകൂടിയ എക്കലുകളും മരത്തടികളും കാരണം ജെട്ടിയിലേക്ക് ബോട്ട് അടുപ്പിക്കാനാകുന്നില്ലെന്ന കാരണം പറഞ്ഞാണ് ഇവിടുത്തെ സാധാരണ സർവീസ് നിർത്തിയത്. ഇക്കാര്യമാണ് ഇന്നത്തെ കവല ചർച്ച ചെയ്യുന്നത്. കവലയിലേക്ക് സ്വാഗതം. ഇന്ന് കവല എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിലാണുള്ളത്. മാസങ്ങളായി മട്ടാഞ്ചേരിയിലെ ബോട്ട് ജെട്ടിയുടെ പ്രവർത്തനം നിലച്ചിട്ട് ഇത് വിനോദസഞ്ചാരികളെക്കാൾ തദ്ദേശീയരായ ആളുകളെയാണ് ഏറെ പ്രയാസപ്പെടുത്തുന്നത്. ഈ വിഷയമാണെന്ന് കവല ചർച്ച ചെയ്യുന്നത്. നമുക്ക് ചോദിക്കാം, ഈ ബോട്ട് ജെട്ടിയുടെ പ്രവർത്തനം നിലച്ചതുകൊണ്ട് ഇവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നതെന്ന്. കൊച്ചിയിലെ ആദ്യത്തെ ഒരു മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയാണ് ഈ കാണുന്നത്. വർഷങ്ങളായി ട്രെജിങ് അടിച്ചിട്ട് ഇവിടെ ബോട്ട് ഇവർ വെള്ളം ഇറക്കുമെന്നും പറഞ്ഞിട്ടാണ് ബോട്ട് പിടിക്കുകയില്ല, വെള്ളം ഏറ്റത്തിന് മാത്രം ബോട്ട് പിടിക്കുള്ളൂ, അതിലേക്ക് കെട്ടിയിരുന്നു. അങ്ങനെ ഒരുപാട് ബോട്ട് കെട്ടയച്ച് സമരങ്ങളും നടത്തിയതാണ് ഞങ്ങളൊക്കെ. എല്ലാം കൂടെ പാസഞ്ചർ അസോസിയേഷനും പിന്നെ അവിടെ ഈ ബോട്ട് സർവീസ് നിരന്തരം ചെയ്യുന്ന തൊഴിലാളികളൊക്കെ കൂടി ബോട്ട് അവിടെ കെട്ടിയിട്ടിട്ട് സമരം നടത്തി മട്ടാഞ്ചേരിയിലേക്ക് ബോട്ട് വിടണമെന്നും പറഞ്ഞു. ഇപ്പോൾ പ്രളയക്കെടുതി വന്നപ്പോൾ അവരുടെ തട്ടിമുട്ട് നായമാണ് പറയണത്, ഒരു തടി ഇവിടെ കഷ്ണം കിടക്കണ കാരണം ബോട്ട് പിടിക്കാനുള്ള അതിൻ്റെ ഫാൻ തട്ടി ഫാൻ ഒടിയും എന്നാണ് അവർ പറയുന്നത്. കാരണം എത്ര ടൂറിസ്റ്റ് ബോട്ടുകളാണ് ഇവിടെ പിടിച്ചു പോണത്. അതുപോലെ എനിക്ക് ജലഗതാഗത വകുപ്പ് സൂപ്രണ്ടിന് എറണാകുളം സൂപ്രണ്ടിനോട് പരാതി കൊടുത്ത് ഇത് എന്തുകൊണ്ട് നിങ്ങൾ ഈ ബോട്ട് ജെട്ടി 4 മാസമായിട്ട് ബോട്ട് സർവീസ് നടത്താത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്ന വാക്ക് ഇതാണ്. ഫോർട്ടിനോട് ചോദിച്ചിട്ടുണ്ട്, ട്രെജിങ് അടിക്കാനുള്ള പേപ്പർ കൊടുത്തിട്ടുണ്ട്, അവരെ ഇത് കിട്ടിയാൽ മാത്രമേ ട്രെജിങ് ഇവിടെ നടത്താൻ പറ്റുള്ളൂ എന്നാണ് അവരെ വാദം. ഇതുവഴി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കച്ചവടക്കാർക്കാണ് ഈ ജെട്ടി ഇല്ലാത്ത കാരണം കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഇവരോട് ചോദിക്കാം. എറണാകുളത്തു നിന്നാണ് ഞാൻ സാധനം കൊണ്ടുവരുന്നത്. ഇപ്പോൾ ബോട്ടില്ലാത്ത കാരണം ഈ വണ്ടിക്ക് കൊണ്ടുവരാൻ 100 രൂപ ചിലവ് വരും. പിന്നെ കച്ചവടം ചെയ്തൊന്നും കിട്ടാനൊന്നുമില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് പോകാനൊക്കെ. ഇവിടുത്തെ പോക്ക് കുറവാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ഇവിടുത്തെ അടുത്ത് തന്നെയാണ് എൻ്റെ കട. ഇവിടുന്ന് വരുമ്പോൾ ഇപ്പം നമ്മളില്ലെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിന്ന് അവർ പിന്നെ അവിടെ ഓട്ടോറിക്ഷയിലോട്ട് പോയി പിന്നെ അവർ കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടത്. ഇടയ്ക്ക് ബോട്ട് സർവീസ് വരും, ഇടയ്ക്ക് ബോട്ട് സർവീസിൽ ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് കർശനമായിട്ടും ഇല്ല. ബാക്കിയുള്ള ബോട്ടുകളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. വന്ന ജനങ്ങളാണ് ഇപ്പോൾ കിടന്ന് ബുദ്ധിമുട്ടിക്കുന്നത്. ജലഗതാഗത വകുപ്പ് ഉണ്ടായ കാലത്ത് ആലപ്പുഴയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധിച്ചിരുന്ന മട്ടാഞ്ചേരിയാണ്. ഈ മട്ടാഞ്ചേരി എറണാകുളം ബന്ധിച്ച ഈ ജെട്ടി ഇന്ന് നമുക്കൊരു നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ എതിരായിട്ടുള്ള പ്രതിഷേധമാണ് നേരത്തെ സംസാരിച്ച ജലാൽ പറഞ്ഞത്. അതിക്കുള്ളൊന്നും പറയാനുള്ള ഇതിന് അധികാരികൾ നടപടിയെടുക്കണം. എറണാകുളത്തേക്ക് പോകുന്ന പല യാത്രക്കാരും വണ്ടികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ജലഗതാഗതം ഉപയോഗിക്കാൻ വേണ്ടി ഓട്ടോറിക്ഷയിൽ ഇതിൻ്റെ കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ വരുന്ന സമയത്താണ് ഇവിടെ ബോട്ടില്ല എന്ന് പറയുന്നത്. അവർ ഏകദേശം 10-35 രൂപ ചിലവാക്കി ഓട്ടോറിക്ഷയിൽ ഇവിടെ വരുമ്പോൾ 12 രൂപ കൊടുത്ത് യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇവർ 35 രൂപ മുടക്കി ഇവിടെ വന്ന് ഇവിടുന്ന് 7 രൂപയ്ക്ക് പോകാൻ വേണ്ടി, പൈസയുടെ കാര്യമല്ല, അവർക്ക് സുഖകരമായ യാത്രയ്ക്ക് വേണ്ടിയാണ് ദൂരെ നിന്ന് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോഴാണ് ബോട്ടില്ല എന്ന് പറയുന്നത്. ഇവിടെ പല സമയത്തും ഈ വേലിയിറക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ചില സമയങ്ങളിൽ നിർത്താറുണ്ട്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, പ്രകൃതിയുടെ ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിർത്തിവെച്ചിരിക്കുന്നത് ഇവിടെയുള്ള യാത്രാ സൗകര്യങ്ങൾ വെട്ടിച്ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോകും. ഇതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. ഈ ബോട്ട് ജെട്ടി ഇത്തരത്തിൽ നോക്കുകുത്തിയായി മാറ്റാതെ ഉടനടി ഡ്രഡ്ജിങ് നടത്തി ദിവസം യാത്ര ചെയ്യുന്ന രീതിയിൽ ഈ ബോട്ട് ജെട്ടിയെ മാറ്റണം എന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. കവല ഇവിടെ അവസാനിക്കുന്നു.